ബി.ആർ. അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. അതേസമയം ഭരണപക്ഷ എംപിമാരെ കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കേസ് ദില്ലി പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. 7 അംഗങ്ങളടങ്ങുന്ന സംഘം കേസ് അന്വേഷിക്കും. സംഘത്തിൽ 2 ACPമാരും ഉൾപ്പെടും. സംഘപരിവാറിന്റെ ദളിത് പിന്നോക്ക വിരുദ്ധതയ്ക്കെതിരെ രാജ്യമെങ്ങും രോഷം പടർത്തിയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന BJPക്ക് തന്നെ തിരിച്ചടിയായി. അതേസമയം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ നടത്തിയ പ്രതിഷേധത്തിനിടെ ഭരണപ്രതിപക്ഷ എംപിമാർ ഏറ്റുമുട്ടിയ സംഘർഷത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. BJPയുടെ വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കേന്ദ്രം ഇതുവരെയും തയ്യാറായിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരാൻ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് MP പ്രമോദ് തിവാരി ആവശ്യപ്പെട്ടു. CCTV फुटेज वहां पे एक मिनट की, एक पल की, एक इंच की, क्योंकि मैं समझता हूँ सर्वाधिक संवेदनशील और सुरक्षित क्षेत्र संसद परिसर वो जारी करें और जो कुछ वो कह रहे हैं उसी CCTV से झूठ बोल के नहीं कि मिनिस्टर्स की सीरीज लगा दो, आज ये झूठ, कल वो झूठ, परसों वो झूठ, सुबह वो, दोपहर वो, शाम, CCTV फुटेज सील किया जाए और जारी किया जाए. സംഘർഷത്തിന് പിന്നാലെ പ്രതിപക്ഷ എംപിമാർ BJP എംപിമാർക്കെതിരെ നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെയും ദില്ലി പോലീസ് തയ്യാറായിട്ടില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ ഏകാധിപത്യം കൊണ്ടുവരാനാണ് BJP ശ്രമം നടത്തുന്നതെന്ന് ഇന്ത്യ സഖ്യം ആരോപിച്ചു. സത്യം മറച്ചുവെക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം തടയുമെന്ന് പ്രതിപക്ഷ എംപിമാരും വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ, സംസ്ഥാന, ജില്ലാ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.